ഇന്ന് കേരളത്തിൽ ഇക്കഴിഞ്ഞ ചില ദിവസങ്ങളിൽ ചൂടേറിയ ചർച്ചയ്ക്ക് കാരണമായ ഒരു കാര്യം ഞാൻ പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കേവർക്കും അറിവുള്ളതാകുന്ന സഫാരി ചാനൽ എന്ന് പറയുന്ന ചാനലിൻ്റെ ഉടമയായിരിക്കുന്ന ജോർജ് കുളങ്ങര എന്ന് പറയുന്ന ആ വ്യക്തി ഒരു ചാനലിൽ കൊടുത്ത അഭിമുഖത്തിൽ മതവിശ്വാസത്തിനും ദൈവത്തിൻ്റെ അസ്തിത്വത്തിനുമെതിരെ വളരെ വൈകാരികമായി ഭൂമിയിൽ നിലകൊള്ളുന്ന ചില വസ്തുതകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇപ്രകാരം ഉള്ള അവസ്ഥകൾ മനുഷ്യൻ്റെ ജീവിതത്തിൽ നിലനിൽക്കുന്നതിൻ്റെ കാരണം ദൈവമുണ്ടെങ്കിൽ അതിനൊരു മാറ്റം വരികയില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അദ്ദേഹം വൈകാരികമായി സംസാരിക്കുന്ന ഒരു വീഡിയോ വൈറലായതാണ്. എന്നാൽ നമുക്കിന്ന് രണ്ട് വീഡിയോകൾ കണ്ടതിന് ശേഷം ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. ആദ്യമായി ആ രണ്ട് വീഡിയോയും നമുക്കൊന്ന് കണ്ടു നോക്കാം. ഒന്ന്, ജോർജ് കുളങ്ങര എന്ന് പറയുന്ന വ്യക്തി ദൈവത്തിൻ്റെ അസ്തിത്വത്തെക്കുറിച്ച് പറയുന്ന ആ വസ്തുതയും, അതുപോലെ തന്നെ പ്രൊഫസർ പി തോമസ് എന്ന് പറയുന്ന ഒരു കോളേജ് പ്രൊഫസർ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടും ദൈവം ഉണ്ട് എന്ന്, ഇല്ലെങ്കിൽ ദൈവം എന്ന് പറയുന്ന ശക്തി ലോകത്ത് അനിവാര്യമാണ്, ആ ശക്തി നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് തെളിയിച്ചുകൊണ്ട് സംസാരിക്കുന്ന രണ്ട് വീഡിയോകൾ നമുക്ക് കണ്ടതിന് ശേഷം ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ആദ്യം നമുക്ക് ആ രണ്ട് വീഡിയോയിലേക്ക് ഒന്ന് കടന്നു പോകാം. ഭൂമിയിൽ ഒന്നും ചെയ്യാൻ കഴിയില്ലാത്ത ഒരു ദൈവത്തിന് അല്ലെങ്കിൽ ഒരു മതവിശ്വാസത്തിന് സ്വർഗത്തിൽ എന്ത് വഴക്കാ ചെയ്യാനാ പറ്റുന്നത്? നിങ്ങൾ ഇന്ന് തേണ്ടിത്തരം കാണിക്കുന്ന ഒരുത്തനെ ഇവിടെ ശിക്ഷിക്ക്, കാണിച്ചതാ. ഈ തോന്നിയാസം കാണിക്കുന്നവരെ ദൈവം ഇവിടെ വെച്ച് തന്നെ ശിക്ഷിച്ച് കാണിച്ചു കൊടുക്കട്ടെ മനുഷ്യനെ. അപ്പൊ അവിടെ നിൽക്കില്ലേ ആ തോന്നിയാസങ്ങൾ? ഇല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഇവിടെ അധാർമിക പ്രവൃത്തി ചെയ്യുന്ന ഒരുവനെ ആദ്യത്തെ ആളെ തന്നെ ദൈവം ഇവിടെ വെച്ച് അങ്ങ് ശിക്ഷിച്ചാൽ ഈ ഭൂമിയിലെ അധാർമിക പ്രവൃത്തി തന്നെ അങ്ങ് നിൽക്കില്ലേ? 1000 വർഷം മുമ്പ് ഭൂമി പരന്നതാണെന്നും ചന്ദ്രൻ എന്ന് പറയുന്നത് ഒരു അത്ഭുത പ്രതിഭാസമാണെന്നും കൊടുങ്കാറ്റും ഇടിമിന്നലും ഒക്കെ ദൈവമാണെന്നും ഒക്കെ വിശ്വസിച്ചിരുന്ന ഒരു കാലത്തെ മനുഷ്യൻ വിശ്വസിച്ചിരുന്ന സാധനം ഇന്നും ഈ കമ്പ്യൂട്ടർ യുഗത്തിലും ഇന്റർനെറ്റ് യുഗത്തിലും ബഹിരാകാശ യുഗത്തിലും നിങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറയുന്നതിനേക്കാൾ വലിയ പൊട്ടത്തരം വേറെന്താ ഉള്ളത്? ഒരു 2 വയസ്സുകാരൻ കുഴൽക്കിണറിൽ വീണ് 48 മണിക്കൂർ നേരം ജീവന് വേണ്ടി യാചിച്ച് അവൻ ഒന്നും ചെയ്യാൻ പറ്റാതെ, അനങ്ങാൻ പറ്റാതെ ഒരു കുഴൽക്കിണറിനകത്ത് ശ്വാസം പോലും കിട്ടാതെ 2 മണിക്കൂർ കിടന്ന് ഇഞ്ചിഞ്ചായി മരിച്ചു പോകുന്നു. ദൈവം ആരെ ശിക്ഷിച്ചത്? അത് ഇവൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? ഇങ്ങനെ ഒരെണ്ണം കണ്ടു നിൽക്കുന്ന ഒരാളെയാണോ നിങ്ങൾ പരമകാരുണികൻ എന്ന് വിളിക്കുന്നത്? ക്രിസ്തു ക്രൂശിൽ പരാജിതനായിരുന്നു എന്നുള്ള കുറച്ച് നാൾ മുമ്പ് വന്നതാണ്. അത് പരക്കെ ചർച്ചാ വിഷയമായിട്ടാണ് മാധ്യമങ്ങളിലൊക്കെ വന്നതാണ്. ക്രിസ്തു ക്രൂശിൽ പരാജിതനായിരുന്നു, എന്നാൽ ഉദ്ധാനം ചെയ്തപ്പോൾ അദ്ദേഹം വിജയാളിയായി മാറി എന്നും അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. അത് വെറും മരമണ്ടന്മാർക്ക് മാത്രമേ അത് പറയാൻ കഴിയുള്ളൂ. സയൻസിന്റെ ABC അറിയാവുന്നവരാരും അത് പറയത്തില്ല. ഞാൻ എന്റെ വിശ്വാസത്തിൽ ഉറയ്ക്കാൻ കാരണം തെർമോഡൈനമിക്സ് എന്ന് പറയുന്ന സയൻസിന്റെ ഒരു ഭാഗം പഠിപ്പിച്ചപ്പോഴാണ്. തെർമോഡൈനമിക്സിലെ 3 തത്വങ്ങൾക്ക് തത്തുല്യമായ നിയമങ്ങളാണ് വേദപുസ്തകത്തിലുള്ളത്. തെർമോഡൈനമിക്സിലെ അല്ലെങ്കിൽ ഊഷ്മഗതി വിജ്ഞാനം എന്ന് അതിനെ മലയാളത്തിൽ പറയും. ഊഷ്മഗതി വിജ്ഞാനത്തിലെ 3 തത്വങ്ങൾ അനുസരിച്ചാണ് ഈ അഖിലാണ്ടം പ്രവർത്തിക്കുന്നത്. ആ 3 തത്വങ്ങളിൽ ഒന്ന് ലോകത്തിന്റെ ഊർജം അഥവാ എനർജി എന്ന് പറയുന്നത് ഇന്നലെയും ഇന്നും എന്നും ഒന്ന് തന്നെയാണ്. അത് ഉണ്ടാക്കുവാനോ നശിപ്പിക്കുവാനോ കഴിയുന്നതല്ല. അത് എന്നും ഒന്ന് തന്നെ ആയിരിക്കും. രണ്ടാമത്തെ തത്വം, ക്രമക്കേടിൽ നിന്ന് ഒരു ക്രമം ഉളവായി വരണമെങ്കിൽ മറ്റൊരു ക്രമം അതിന്റെ പിന്നിൽ മരിക്കണം. ഇതാണ് രണ്ടാമത്തെ തത്വം. അപ്പോ ഒരു മരണം കൂടാതെ ഒരു ക്രമക്കേടിൽ നിന്നും ഒരു ക്രമത്തെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയില്ലെന്നാണ് ഞങ്ങൾ ശാസ്ത്രം പഠിപ്പിക്കുന്നത്. ഇപ്പോൾ വണ്ടിയിൽ യാത്ര ചെയ്യണമെങ്കിൽ പെട്രോൾ മരിച്ചേ തീരുകയുള്ളൂ. വീട്ടിൽ ആഹാരം കുക്ക് ചെയ്ത് മേശപ്പുറത്ത് വരണമെങ്കിൽ വിറകോ ഗ്യാസോ മരിച്ചേ തീരുകയുള്ളൂ. സൂര്യൻ ഈ സൗരയൂഥത്തെ നിലനിർത്തുന്നത് ഒരു മരണം കൊണ്ടാണ്. ഒരു സെക്കൻഡിൽ 42 ലക്ഷം ടൺ മാറ്ററാണ് സൂര്യനിൽ ഒന്നെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു സെക്കൻഡിൽ കത്തിയെരിയുന്നത്. നമുക്ക് ഇമാജിൻ ചെയ്യാൻ കഴിയുമോ 42 ലക്ഷം ടൺ മാറ്റർ? എത്ര ലോറിയിൽ കയറ്റാനുള്ള വിറകുണ്ടായിരിക്കും? 42 ലക്ഷം മാറ്റർ. അത് ഒരു സെക്കൻഡിൽ കത്തി എരിയുന്നത് കൊണ്ടാണ് അവിടുന്ന് ഊർജവും
അതുപോലെ ഈ ഭൂമിക്ക് ആവശ്യമായിട്ടുള്ള നന്മ ലഭിക്കുന്നത്. അപ്പോൾ ഒരു സൂര്യനിൽ ഒരു മരണം നടക്കാതെ ഒരിക്കലും ഈ സൗരയുധം നിലനിൽക്കുകയില്ല. അപ്പം മരിക്കുന്നത് പരാജയമാണെന്ന് പറഞ്ഞാൽ എങ്ങനെയൊക്കും? അങ്ങനെ നടന്നേലേ ഇവിടെ വിജയിക്കാൻ പറ്റുകയുള്ളൂ. അത് ഊഷ്മഗതി വിജ്ഞാനം അറിയാവുന്ന ഒരു മനുഷ്യനും ഈ മണ്ടന്മാരെ മണ്ടന്മാരെന്ന് മൂടന്മാരും അല്ലാന്ന് വിധിക്കാനല്ലാതെ വേറൊന്നിനും വഴിയില്ല. യേശു ക്രിസ്തു വന്ന് ഈ രണ്ടാമത്തെ തത്വം ഇവിടെ നന്നായിട്ട് പറഞ്ഞ് ഫലിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ഞാൻ പറയട്ടെ, 3 തത്വങ്ങളുടെ കാര്യം ഒന്ന് പറഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. ഒന്ന്, ഊർജത്തിന്റെ ആകത്തുക ഇന്നലെ ഇന്നും ഒന്നും ഒരുപോലെയാണ്. രണ്ടാമത്തേത്, ക്രമക്കേടിൽ നിന്ന് ഒരു ക്രമം ഉളവായി വരണമെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു ക്രമം വഹിക്കണം. മൂന്നാമത്തെ കാര്യം, മാറ്ററിന് ഒരു പർദീസയുണ്ട്. അബ്സല്യൂട്ട് സീറോയിലായിരുന്നു കഴിഞ്ഞാൽ എല്ലാ മാറ്ററും പെർഫെക്റ്റ് ക്രിസ്റ്റലൈൻ സ്റ്റേറ്റിലായിരിക്കുമെന്നാണ് ഞങ്ങൾ പഠിപ്പിക്കുന്നത്. അവിടെ ഗ്യാസ് കാണുകയില്ല, ലിക്വിഡ് കാണുകയില്ല, എല്ലാം പെർഫെക്റ്റ് ക്രിസ്റ്റലൈൻ സ്റ്റേറ്റിലായിരിക്കും. അത് ഞാൻ പളുങ്ക് കടലിൽ നിന്നാണ് വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ സയൻസിന്റെ വേറൊരു ഭാഗമാണ്, ഇപ്പോൾ പറയാൻ സമയം പോരാ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ 3 തത്വങ്ങളിൽ അധിഷ്ഠിതമാണ് സയൻസ്. ആ സയൻസിന്റെ കൗണ്ടർ പാർട്ടാണ് വേദപുസ്തകം. വേദപുസ്തകത്തിൽ ആദ്യം ഒരാൾ വിശ്വസിക്കണമെങ്കിൽ ഗോഡ് ഈസ് ദ സെയിം യെസ്റ്റർഡേ ടുഡേ ആൻഡ് ഫോർ എവർ. ഇനർജി എന്നുള്ളത് മാറ്റിയിട്ട് ഗോഡ് എന്നാക്കിയതേ ഉള്ളൂ. അപ്പൊ ഗോഡ് എന്നുള്ളത് മാറ്റി ഇനർജി ആക്കുമ്പോൾ സയൻസായി, എനർജി മാറ്റി ഗോഡാക്കുമ്പോൾ ബൈബിളായി. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരു അഖിലാണ്ടത്തിലെ തത്വം അനുസരിച്ച് ഒരു മാങ്ങാണ്ടി മരിക്കാതെ ഒരു മാവ് ഉണ്ടാവില്ല. മാങ്ങാണ്ടി മരിച്ചത് പരാജയമാണെന്ന് പറഞ്ഞാൽ എങ്ങനെയാ നോക്കുന്നത്? മാങ്ങാണ്ടി മരിക്കുമ്പോൾ ഒരു പുതിയ ജീവൻ വരികയാണ്. ആ പുതിയ ജീവന്റെ പിന്നിലെ സാക്രിഫൈസ് ആണ് ആ മാങ്ങാണ്ടിയുടെ മരണം. അത് കായ്ച്ചു കിടക്കുമ്പോൾ എന്തുകൊണ്ടാണ് മാവ ഇങ്ങനെ കായ്ച്ചു കിടക്കുന്നത് ചോദിച്ചാൽ, എനിക്ക് വേണ്ടി ഒരു മാങ്ങാണ്ടി മരിച്ചു എന്ന് സാക്ഷ്യം പറയും. അതുപോലെ തന്നെ ഒരു പ്ലാവിന്റെ അടുത്ത് എന്ന് ചോദിച്ചാൽ, എനിക്ക് വേണ്ടി ഒരു ചക്കക്കുരു മരിച്ചെന്ന് പറയും. ഈ വയലിൽ സുന്ദരമായി മന്ദമായിരുന്നതിൽ കതിരോലയുമായി വിനിയാന്വിതമായി തലകുനിഞ്ഞ് ആടുന്നതായ നെൽച്ചെടികളോട് ചോദിക്കുക, നിങ്ങൾ എന്തിനിങ്ങനെ സന്തോഷിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, മൂടനായ മനുഷ്യ, ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഓരോ നെൽമണി മരിച്ചു. മരണം കൂടാതെ ഒരു ജീവിതമില്ല, നിത്യജീവനില്ല. ഇതാണ് ക്രിസ്തു പഠിപ്പിച്ചത്. ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ ഒരു പ്രയോജനമില്ല. അത് ചാകാത്തിടത്തോളം കാലം പരാജയമാണ്. മരിച്ചു കഴിഞ്ഞാൽ ഒരു വിജയമാണ്. അപ്പോൾ മരണം കൂടാതെ ഒരിക്കലും ഒരു ഫ്രൂട്ട് വന്നു ചേരാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് ക്രിസ്തു സെക്കൻഡ് ലോ ആണ് പറഞ്ഞത്. അതായത് തെർമോഡൈനമിക്സിലെ ഊഷ്മഗതി വിജ്ഞാനത്തിലെ രണ്ടാമത്തെ തത്വമാണ് യേശു പ്രസ്താവിച്ചത്. ഗോതമ്പൂണി നിലത്ത് വീഴുന്നു, ചാകുന്നില്ലെങ്കിൽ തനിയിരിക്കുന്നു, ചത്തുവെങ്കിലോ അധികം ഫലം കായ്ക്കുന്നു. അങ്ങനെ ക്രിസ്തു മരിച്ചില്ലായിരുന്നെങ്കിൽ ഇവിടെ ആരും കാണുകയില്ലായിരുന്നു, ദൈവമക്കളുടെ പേരേ ഇല്ലായിരുന്നു. ക്രിസ്തു നിത്യജീവൻ നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെ നിത്യജീവൻ കൊടുക്കുവാൻ തന്റെ ജീവനെ കൊടുത്തതാണ് മരണം. അതാണ് ഏറ്റവും വലിയ വിജയം. അഖിലാണ്ടത്തിലെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ മരണമാണ്. അത് പരാജയമായി പറയുന്നത് വെറും മരമണ്ടന്മാർക്ക് മാത്രമേ അത് പരാജയമെന്ന് പറയാൻ. അപ്പോൾ ഇവിടെ ഈ 2 വീഡിയോകളും നിങ്ങൾ വളരെ ശ്രദ്ധയോടെ വീക്ഷിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അല്ലെങ്കിൽ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ആ വീഡിയോ വീക്ഷിക്കാം. ആ 2 പേരുടേതാകുന്ന സംഭാഷണങ്ങളെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് കോർത്തിണക്കിക്കൊണ്ട് നമുക്ക് ചില കാര്യങ്ങളെ ചുരുങ്ങിയ നിമിഷങ്ങൾക്കുള്ളിൽ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ഒരു മനുഷ്യൻ്റെ ആ മനസ്സിൽ തോന്നുന്ന ദൈവത്തിൻ്റെ അസ്തിത്വം ഇല്ല എന്ന് തോന്നുന്ന ആ മനുഷ്യൻ സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ചില കാര്യങ്ങളും, എന്നാൽ ദൈവത്തെ അടുത്തറിഞ്ഞ അന്വേഷിച്ച് കണ്ടെത്തിയ ഒരു മനുഷ്യൻ സയൻസിൻ്റെ വെളിച്ചത്തിൽ നിന്നുകൊണ്ട്, അതിൻ്റെ ബലത്തിൽ നിന്നുകൊണ്ടും ദൈവമെന്ന് പറയുന്ന ആ ശക്തി ഇല്ലെങ്കിൽ ദൈവത്തിനൊരു അസ്തിത്വമുണ്ട് എന്ന് തെളിയിച്ച് പറയുന്നൊരു കാര്യമാണ് നമ്മൾ ഈ 2 വീഡിയോയിൽ നമുക്ക് കാണുവാനിടയായത്. ഒന്ന്, ഈ സന്തോഷ് ജോർജ് കുളങ്ങര എന്ന് പറയുന്ന ആളെ നമുക്കെല്ലാവർക്കും വളരെ ബഹുമാനമുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹം ലോകത്തിൻ്റെ എല്ലാ രാജ്യങ്ങളും, ഞാൻ വിശ്വസിക്കുന്നത് എല്ലാ നുക്ക് ആൻഡ് കോർണറിലും, എല്ലാ മുക്കിലും മൂലയിലും കടന്നു ചെന്ന് ഒരു എക്സ്പ്ലോററെ പോലെ അല്ലെങ്കിൽ ഒരു ട്രാവലറായിട്ട് കടന്നു ചെന്ന് അവിടുത്തെ സാമൂഹ്യപരമാകുന്ന, രാഷ്ട്രീയപരമാകുന്ന, സാംസ്കാരികപരമാകുന്ന എല്ലാ മേഖലകളെക്കുറിച്ചും പഠിച്ച് അത് നമ്മുടെയൊക്കെ മുമ്പിൽ ഒരു വിഷ്വലൈസ്ഡ് ആയിട്ട് കാണിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് വളരെയധികം അറിവുകളുണ്ട് ഓരോ രാജ്യത്തെക്കുറിച്ചും,
അല്ലെങ്കിൽ മറ്റുള്ള എല്ലാ മേഖലകളെക്കുറിച്ചും വളരെ വ്യക്തമാകുന്ന അറിവുണ്ട് എന്നൊക്കെ നമ്മൾ തീർച്ചയായിട്ടും അംഗീകരിക്കേണ്ട കാര്യം തന്നെയാണ്. കാരണം അത്രത്തോളം എഫേർട്ട് ചെയ്താണ് അദ്ദേഹം ചില കാര്യങ്ങൾ നമുക്ക് മുമ്പ് തെളിയിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നതൊക്കെയും പറയുന്ന കാര്യങ്ങളൊക്കെയും. അതുപോലെ രാജ്യങ്ങളുടെ വളർച്ചകൾ, അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ സ്ഥിതികൾ, ഗവൺമെൻറ്റിൻ്റെ സ്വഭാവങ്ങൾ, അത് നമ്മുടെ കൺട്രിയിൽ എപ്രകാരമാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. എന്നാൽ അദ്ദേഹത്തിൻ്റെ വളരെ വികലമാകുന്ന ഒരു കാഴ്ചപ്പാടിനെയാണ് നമ്മളിന്ന് തീർച്ചയായിട്ടും വിമർശിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ആ പോരായ്മ നമ്മൾ ചൂണ്ടിക്കാണിച്ച് കൊടുക്കുകയാണ്. ഒന്ന്, അദ്ദേഹം ഒരു കാര്യം പറയുന്നത്, ഈ ലോകത്തിൽ ഒന്നും ചെയ്യാൻ കഴിയാത്തൊരു ദൈവം വരുവാനിരിക്കുന്ന ലോകത്തിൽ എന്ത് വാഴക്കയാണ് ചെയ്യാനായിട്ട് ഇരിക്കുന്നത്, അല്ലെങ്കിൽ ആ മതവിശ്വാസത്തിന് അടുത്ത ലോകത്തിൽ എന്ത് കാര്യമാണ് ചെയ്യുവാനുള്ളത്, അതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്നാണ് അദ്ദേഹം വളരെ വ്യക്തമായി ചോദിക്കുന്നത്. സാധാരണ നിലയിൽ ആരും ആരോടും ചോദിച്ചു പോകുന്ന ഒരു കാര്യമാണ് ഇപ്രകാരം. കാരണം നമ്മുടെ ലോകത്ത് നിലകൊള്ളുന്ന ചില വസ്തുതകളെ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും ഉണ്ടാകുന്ന ഒരു സന്ദേഹമാണ് ഇപ്രകാരം, അല്ലെങ്കിൽ ഒരു സംശയമാണ്, ഈ ലോകത്ത് പ്രവർത്തിക്കാൻ കഴിയാത്തൊരു ദൈവത്തിന് വരുവാനിരിക്കുന്ന ലോകത്തിൽ എന്തെങ്കിലും ചെയ്യാനുണ്ടോ, അങ്ങനൊരു ദൈവത്തിൽ വിശ്വസിക്കുന്നത് മൂഢത്തരമല്ലേ എന്നാണ് ചോദിക്കുന്നത്. എന്നാൽ ഞാൻ വളരെ വ്യക്തമായും ഒരു കാര്യം ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നത്, നാം ഇല്ല എന്ന് സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്ന, ഇല്ല എന്ന് നാം പറഞ്ഞു വെക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, അത് നമ്മുടെ അറിവിൽ ഇല്ല എന്ന് നാം കണ്ടെത്തിയതാണ്, ഇല്ലെങ്കിൽ നാം അങ്ങനെ വിചാരിച്ചതാണ്. എന്നാൽ മറ്റൊരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അതിനെ അന്വേഷിച്ച് കണ്ടെത്തിയിട്ടുണ്ട് എങ്കിൽ അതൊരു മൂഢത്തരമായിട്ട് നമുക്കൊരിക്കലും പറയാൻ കഴിയുകയില്ല എന്നുള്ളതാണ്. കാരണം ഞാനായിട്ട് ഒരു കാര്യം കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ മനസ്സിൽ ഞാനത് എക്സ്പീരിയൻസ് ചെയ്താണ് എൻ്റെ ജീവിതത്തിൽ. അതുകൊണ്ട് എനിക്ക് ആ വസ്തുത ഉണ്ട് എന്ന് വിശ്വസിക്കുവാനുള്ള അധികാരമുണ്ട്, അവകാശമുണ്ട്, അല്ല, തീർച്ചയായിട്ടും അപ്രകാരമാണ്. എന്നാൽ മറ്റൊരുവൻ അത് കണ്ടെത്തിയിട്ടില്ല, അന്വേഷിച്ചിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ അന്വേഷിച്ച് കണ്ടെത്താതിരിക്കുന്ന ആ വ്യക്തി പറയുകയാണ്, കണ്ടെത്തിയവർ എല്ലാവരും മൂഢന്മാരാണ്, അങ്ങനെ കണ്ടെത്തിയവരെ അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിക്കുന്നത് മൂഢന്മാരാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാനൊരു ചെറിയ ഒരു കാര്യം പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഈ ലോകത്ത് അല്ലെങ്കിൽ സയൻസിനെയൊക്കെ നമ്മൾ വിശ്വസിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ നമ്മൾ ഈ ലോകത്ത് ഏതെങ്കിലും ഒരു കാര്യം ഇല്ല എന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പൂർണ്ണമായിട്ട് കണ്ണടച്ചുകൊണ്ട് അതില്ല എന്നങ്ങ് വിശ്വസിക്കുകയല്ല ചെയ്യുന്നത്, അല്ലേ? തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെയല്ല. എന്നാൽ ചിലരൊക്കെ അങ്ങനെയുണ്ട്. തീർച്ചയായിട്ടും ഒരാളില്ലെന്ന് പറഞ്ഞാൽ അത് മറ്റാൾ വിശ്വസിക്കുക, ഓക്കെ ഇല്ല എന്നങ്ങ് സ്ഥാപിക്കുകയാണ്. അപ്പം ഞാൻ ചെന്ന് ഈ സന്തോഷ് കുളങ്ങര എന്ന് പറയുന്ന ആളോട് അന്റാർട്ടിക്കയിൽ പെൻഗ്വിൻ ഇല്ല എന്ന് പറയുകയാണ്. കാരണം ഞാൻ കണ്ടിട്ടില്ല അതിനെപ്പറ്റി, ഇല്ല, ഞാൻ ഒരിക്കലും അതിനെപ്പറ്റി കേട്ടിട്ടില്ലാത്തൊരു മനുഷ്യനാണ്, കണ്ടിട്ടില്ലാത്തൊരു മനുഷ്യനാണ്. അവിടെ മഞ്ഞില്ല, അതുപോലെ തന്നെ അവിടെ പെൻഗ്വിൻ എന്ന് പറയുന്ന പക്ഷിയില്ല എന്ന് ഞാൻ എൻ്റെ കണ്ടെത്താത്ത അറിവിൽ നിന്നുകൊണ്ട്, ഇല്ലെങ്കിൽ ആ മൂഢഹൃദയത്തിൽ നിന്നുകൊണ്ടും ആ ചിന്ത നിന്നുകൊണ്ട് പറയുകയാണ്, അന്റാർട്ടിക്കയിൽ പെൻഗ്വിനില്ല, ഇല്ലെങ്കിൽ ഹിമക്കരടിയില്ല എന്ന് പറയുകയാണ്. എന്നാൽ അവിടെ സന്ദർശിച്ച എക്സ്പീരിയൻസ് ഉള്ള സന്തോഷ് കുളങ്ങര പറയുകയാണ്, ഇല്ല, ഞാനത് എക്സ്പീരിയൻസ് ചെയ്ത ആളാണ്, ഞാൻ അവിടെ പോയി ഞാൻ ആ തണുപ്പിൽ താമസിച്ച് വസിച്ച് അവിടുത്തെ ഹിമക്കരടിയെയും പെൻഗ്വിനെയും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുമ്പോൾ അതിനെ എങ്ങനെയാണ് എനിക്ക് അദ്ദേഹം പറയുന്നത് മൂഢത്തരമാണ് എന്ന് പറയാൻ കഴിയുന്നത് എന്നാണ് എനിക്ക് ചോദിക്കുവാനായിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം തന്നെ പറയുന്നത് 1000 വർഷങ്ങൾക്ക് മുമ്പ് വിശ്വാസത്തിൽ നിലനിന്നിരുന്ന ഒന്ന് ഈ കമ്പ്യൂട്ടർ യുഗത്തിലും സയൻസിൻ്റെ യുഗത്തിലും വിശ്വസിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. അപ്പം ഞാൻ പറയട്ടെ, 1000 വർഷങ്ങൾക്ക് മുമ്പ് ഭൂമി ഉരുണ്ടതാണ് അല്ലെങ്കിൽ പരന്നതാണ് എന്ന് എല്ലാവരും വിശ്വസിച്ചിരുന്ന സമയത്ത് ഭൂമി ഉരുണ്ടതാണെന്ന് പറഞ്ഞ ആൾ, അല്ലേ, മാഗല്ലൻ. അതുപോലെ തന്നെ ഗാലീലിയോയുടെ കാര്യം, കോപ്പർനിക്കസിൻ്റെ കാര്യമൊക്കെ എടുത്ത് നമ്മൾ പഠിക്കുമ്പോൾ സഭ ഇല്ലെങ്കിൽ അന്നത്തെ കാലത്തെ ക്രിസ്ത്യൻ അധികാരികൾ അവരെ കൊന്നുകളയുകയായിരുന്നു, ഗലീലിയോ കോപ്പർനിക്കസിനെ. അതിൻ്റെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജിയോസെൻട്രിക്കൽ തിയറിയും ഹെലിയോസെൻട്രിക്കൽ തിയറിയും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഈ സൂര്യൻ ഒരിടത്ത് നിൽക്കുകയാണെന്നും മറ്റുള്ള എല്ലാ ഗ്രഹങ്ങളും സൂര്യനെ ചുറ്റുകയാണെന്നെന്താണ് ഗലീലിയോയും കോപ്പർനിക്കസും ഒക്കെ പറയുകയാണ്. അപ്പോൾ സഭ ഇല്ലെങ്കിൽ മതവിശ്വാസം പഠിപ്പിക്കുകയാണ്, അങ്ങനെയല്ല, ഭൂമിയാണ് നിൽക്കുന്നത്, അതും ബാക്കിയെല്ലാം അതിനെ ചുറ്റിത്തിരിയുകയാണെന്നാണ് അവിടെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രകാരമുള്ള 2
വശങ്ങൾ അവിടെ നിൽക്കുമ്പോൾ തന്നെ ആ വിശ്വാസത്തിൽ, ഇല്ലെങ്കിൽ ആ ഉറപ്പിൽ നിന്നുകൊണ്ട് അവിടെ വിട്ടുകളയുകയല്ല ചെയ്യുന്നത്. ഏതിനെയാണ് ചുറ്റുന്നത്? സൂര്യനെയാണോ മറ്റുള്ള ഗ്രഹങ്ങൾ ചുറ്റുന്നത്, അല്ലെങ്കിൽ ഭൂമിയെയാണോ മറ്റുള്ള ഗ്രഹങ്ങൾ ചുറ്റുന്നത് എന്ന് ഒരു പഠനം നടത്തുകയാണ്, ഒരു അന്വേഷണം നടത്തുകയാണ് ഇവിടെ. ആ അന്വേഷണത്തിൻ്റെ ഫലമായി എന്തുണ്ടായെന്നുള്ളതാണ് നമുക്കെല്ലാവർക്കും തിരിച്ചറിയാൻ കഴിഞ്ഞു. ആ സൂര്യൻ ഒരിടത്ത് ഇങ്ങനെ നിൽക്കുകയും മറ്റുള്ള എല്ലാ ഗ്രഹങ്ങളും എന്ത് ചെയ്യുകയാണ്, അതിനെ റൊട്ടേറ്റ് ചെയ്യുകയും നമ്മൾ കണ്ടെത്തിയത് എങ്ങനെയാണ്? അന്വേഷണത്തിലൂടെയാണ്. അപ്പം അന്വേഷണം കൂടാതെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ഒന്നിനെയും സ്ഥാപിക്കാൻ കഴിയില്ല, കണ്ടെത്താൻ കഴിയുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, അങ്ങനെ ഇന്നും എന്താണ് ഈ ലോകത്തിലും നമ്മളത് വിശ്വസിക്കണമോ എന്നുള്ളതാണ്. അവിടെ നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ അന്വേഷിക്കുക എന്നുള്ളതാണ് നാം ഓരോരുത്തരും ചെയ്യേണ്ടത്. ദൈവത്തെ അന്വേഷിക്കണം. അതിന് വചനത്തിൽ തന്നെ, ദൈവത്തിൻ്റെ വചനത്തിൽ തന്നെ ഈ സങ്കീർത്തനങ്ങൾ എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ അതിൻ്റെ 53-ാം അധ്യായത്തിൽ ഇപ്രകാരം വാക്യം പറയുന്നുണ്ട്, ദൈവം ഇല്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ ഉണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്നും മനുഷ്യപുത്രന്മാരെ നോക്കിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത് അവിടെ. അപ്പോൾ നമ്മൾ ഈ ലോകത്തിലെ എല്ലാത്തിനെയും അന്വേഷിച്ച് കണ്ടെത്താൻ ശ്രമിക്കുന്ന മനുഷ്യൻ, ബുദ്ധിയുള്ളവനാണ് മനുഷ്യൻ അല്ലേ, അന്വേഷിച്ച് കണ്ടെത്താൻ തക്കവണ്ണം ബുദ്ധിയുള്ള മനുഷ്യൻ എന്തുകൊണ്ട് ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്തുന്നില്ല? ഓക്കെ, ഇനി സന്തോഷ് കുളങ്ങരയ്ക്ക് അത് അന്വേഷിച്ച് കണ്ടെത്താൻ താല്പര്യമില്ല എങ്കിൽ തീർച്ചയായും അദ്ദേഹം എന്താണ്, അന്വേഷിച്ച് കണ്ടെത്താൻ താല്പര്യമെങ്കിൽ ആ വഴിക്ക് വിട്ടേക്കുക. എന്നാൽ അന്വേഷിച്ച് കണ്ടെത്തിയ ആളുകളുണ്ട് അതിനകത്ത്, ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്തിയ ആളുണ്ട്. അതാണിപ്പോൾ ഈ പ്രൊഫസർ പി തോമസ് എന്ന് പറയുന്ന ആ പ്രൊഫസർ, അദ്ദേഹം സയൻസ് പരമായി പഠിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത്, എന്നെ വിശ്വാസത്തിൽ കൂടുതൽ ഉറപ്പിച്ചത് ഒരു തിയറിയാണെന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അന്വേഷണത്തിലൂടെ കണ്ടെത്തിയ, അല്ലെങ്കിൽ ആ തിയറിയിലൂടെ അദ്ദേഹം വിശ്വാസത്തിൽ ഉറയ്ക്കാൻ കാരണമായ ആ അവസ്ഥയെ നോക്കിക്കൊണ്ട് പറയുകയാണ്, ഈ മനുഷ്യൻ ഒരു മൂഢനാണ് എന്ന് പറഞ്ഞാൽ തൻ്റെ പഠനത്തിലൂടെ, തൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ ദൈവത്തെ മനസ്സിലാക്കിയ വ്യക്തിയെ ചൂണ്ടി മറ്റേയാൾ പറയുകയാണെന്ത്, അത് മൂഢത്തരമാണെന്ന് പറയുകയാണ്. എന്നാൽ ഇവിടെ നമ്മൾ, ഇല്ലെങ്കിൽ സന്തോഷ് കുളങ്ങരയെ എനിക്ക് വ്യക്തിപരമായി അറിയില്ല, അദ്ദേഹത്തിൻ്റെ വീഡിയോകളൊക്കെ കാണുന്നതിലൂടെ സംസാരത്തിലുള്ള അറിവുകളിൽ മാത്രമേ നമുക്കുള്ളൂ. എന്നാൽ എനിക്ക് അപ്രകാരമുള്ള വ്യക്തിയോട് പറയാനുള്ളത്, നിങ്ങളെല്ലാം അന്വേഷിച്ച് പോകുന്നയാളാണ് അല്ലേ, ലോകത്തിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും കടന്നു ചെന്ന് എല്ലാ മേഖലകളെയും അടുത്തറിയാൻ ശ്രമിക്കുന്നയാളാണ്. അപ്പോൾ അങ്ങനെ അടുത്തറിയാൻ ശ്രമിക്കുന്നയാൾക്ക് തീർച്ചയായും എന്താണ്, ദൈവത്തെ കൂടെ അന്വേഷിക്കാം. അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമാകുന്ന അവകാശമാണ്, അധികാരമാണ്. അതിൻ്റെ അകത്ത് കൈകടത്തി നിങ്ങൾ അന്വേഷിക്കണമെന്ന് എനിക്ക് ഫോഴ്സ് ചെയ്യാൻ കഴിയില്ല. പക്ഷേ ഞാൻ പറയുന്നത്, അന്വേഷിച്ചെന്ത് ചെയ്യുക, ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ എന്ത് ചെയ്യണം, കണ്ടെത്തേണ്ടത് ആവശ്യമാണ്. നിങ്ങളൊരു അന്വേഷണം നടത്തിയിട്ട് അന്വേഷണത്തിൻ്റെ ഫലമായി അത് കണ്ടെത്തിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായും അന്വേഷണത്തിൻ്റെ ഫലമായി കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല എന്ന് നമുക്ക് വിശ്വസിക്കുവാനായിട്ട് കഴിയും. പക്ഷേ അന്വേഷിച്ച് കണ്ടെത്തിയ അനേകർ എന്ത് ചെയ്യുകയാണ്, മറുവശത്ത് നിൽക്കുകയാണ്. ഗലീലിയോയും കോപ്പർനിക്കസും ഒക്കെയും അല്ലേ, ആ ഭൂമി ഉരുണ്ടതാണെന്നും ഭൂമിയാണ് സൂര്യനെ വലം വെക്കുന്നതെന്നൊക്കെയും എന്താണ്, ആ കണ്ടെത്തിയതിന് ശേഷം ചെന്ന് കണ്ടെത്താത്തവരോട് ചെന്ന് പറയുകയാണെന്ത്, ഇപ്രകാരമാണ് സംഭവിക്കുന്നത് പറഞ്ഞപ്പോൾ അവരെന്ത് ചെയ്യുകയാണ്, ഇവർക്കെതിരെ ചാട്ടയെടുക്കുകയാണ്, വാളെടുക്കുകയാണ്, കൊന്നുകളയുകയാണ്. അപ്പോൾ അന്വേഷിച്ച് കണ്ടെത്തിയവൻ ചെന്ന് അന്വേഷിച്ച് കണ്ടെത്താത്തവനോട് പറഞ്ഞപ്പോൾ ഉണ്ടായ ഒരു സംഭവമാണ് ഇദ്ദേഹം തന്നെ പറയുന്നത്. അപ്പോൾ നമ്മളെന്താണ് ചെയ്യേണ്ടത്, എല്ലാം മാനുഷിക ബുദ്ധി കൊണ്ട് വെറുതെ നമ്മൾ തള്ളിക്കളയാതെ ഓരോന്നിനെയും നമ്മൾ എന്താണ്, ആഴത്തിൽ പഠിക്കേണ്ടത് ആവശ്യമാണ്. ദൈവത്തെയും നമ്മൾ എന്ത് ചെയ്യണം, അന്വേഷിച്ച് പഠിക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെ പഠിച്ച് ദൈവത്തെ കണ്ടെത്തിയ അനേകരുണ്ട് അല്ലേ, ഓരോ ഗ്രന്ഥങ്ങളിലൂടെ പഠിച്ചവരുണ്ട്, അനുഭവങ്ങളിലൂടെ ദൈവത്തെ പഠിച്ചവരുണ്ട്, ദൈവത്തെ അന്വേഷിച്ച് യാത്ര ചെയ്തവരുണ്ട് അല്ലേ. അങ്ങനെ യാത്ര ചെയ്തവരും പുസ്തകങ്ങളിലൂടെ പഠിച്ചവരും ദൈവം നേരിട്ട് ഇടപെട്ടവരും അല്ലേ, അങ്ങനെയുള്ള അനേകരെ ദൈവം എന്താണ്, വെളിപ്പെടുത്തി കൊടുത്തിട്ട് എന്ത് ചെയ്തു, ഞാൻ എക്സിസ്റ്റ് ആണെന്ന് ദൈവം, അല്ലെങ്കിൽ എനിക്കൊരു അസ്തിത്വമുണ്ടെന്ന് ദൈവം തെളിയിച്ച അനേകർ, കോടിക്കണക്കിന് ആൾക്കാർ ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട്, കോടിക്കണക്കിന് ആൾക്കാർ ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അപ്രകാരം കോടിക്കണക്കിന് ആൾക്കാർ ദൈവത്തിൻ്റെ ഒരു അസ്തിത്വമുണ്ട് എന്ന് വിശ്വസിക്കുമ്പോൾ
മറു സൈഡിൽ നിന്നുകൊണ്ടും അന്വേഷിച്ച് കണ്ടെത്താത്ത ഒരു മനുഷ്യൻ പറയുകയാണ് എന്ത്, ആ കണ്ടെത്തിയവരെല്ലാം മൂഢന്മാരാണ് എന്ന്. അപ്പോൾ എനിക്ക് ചോദിക്കുവാനുള്ളൊരു കാര്യം എന്താണ്, ഈ സൂര്യൻ നിശ്ചലമായിരിക്കുകയും മറ്റുള്ള ഗ്രഹങ്ങളെല്ലാം അതിനു ചുറ്റും വലം വെക്കുകയും ചെയ്യുന്നുവെന്ന് ഈ ഗലീലിയോയും കോപ്പർനിക്കസും ഒക്കെ ചെന്ന് പറയുമ്പോൾ ആ സഭ അവരോട് പറഞ്ഞ് നിങ്ങൾ മണ്ടത്തരം പറയുന്നു എന്നാണ്. അപ്പോൾ എന്താണ് അവർ പറയില്ല, ഞങ്ങൾ കണ്ടെത്തിയതാണ്. പക്ഷെ അത് വിശ്വസിക്കാൻ അവർക്ക് എന്താണ് മനസ്സിലായിരുന്നു. കാരണം എന്താണ്, അവരുടെ മൂഢഹൃദയത്തിൽ അവർ വിശ്വസിച്ച് വെച്ചിരുന്ന ഒന്നിനെ അവർ അങ്ങനെ മുറുകെ പിടിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മുറുകെ പിടിച്ചതിൻ്റെ ഫലമായി 2 ജീവനുകളെ നശിപ്പിക്കുവാനിടയാത്തത്. എന്നാൽ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അതേ സഭയ്ക്ക് മനസ്സിലായി, അപ്രകാരമുള്ള ആ മൂഢചിന്തകളിൽ നിന്ന് പുറത്തു വന്നപ്പോൾ അവർക്ക് മനസ്സിലായി, അന്വേഷണം കൊണ്ട് കണ്ടെത്തിയപ്പോൾ മനസ്സിലായി, ആ ഭൂമി അതുപോലെ തന്നെ സൂര്യൻ ഭൂമിയല്ല, ഭൂമി സൂര്യനെയാണ് വലം വെക്കുന്നതെന്ന് കണ്ടെത്തുവാനായിട്ട് ഇടയായി തീർന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ നമ്മൾ ബൈബിളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ഞാൻ ബൈബിൾ പഠിതാവുന്നതിൽ ബൈബിളിനെ കേന്ദ്രീകരിച്ചാണ് ഞാനിത് പറയുന്നത്. മറ്റുള്ള മതഗ്രന്ഥങ്ങൾ അത്ര അധികാരം ഇല്ലെങ്കിൽ അവഹാകം എനിക്കില്ലാത്തതുകൊണ്ട് ബൈബിളിനെ കേന്ദ്രീകരിച്ച് പറയാം. അപ്പോൾ ഈ ബൈബിളിലുള്ള അനേക എഴുത്തുകാർ, 40-ന് മുകളിലുള്ള എഴുത്തുകാർ ബൈബിൾ എഴുതുമ്പോൾ ഇല്ലെങ്കിൽ ആ വിശ്വാസ പ്രമാണം എഴുതുമ്പോൾ അതൊരു മൂഢലോകത്തിലിരുന്നു കൊണ്ട് എഴുതിയതാണെന്ന് ഒരിക്കലും എന്താണ് നമുക്ക് വിശ്വസിക്കാൻ കഴിയുക. കാരണം അത് ബൈബിൾ വായിക്കാത്തവർക്ക് എങ്ങനെ തോന്നും, അതിനെ കഥപുസ്തകമായിട്ട് പറയും. ഇല്ല ഒരാളുടെ ഹലൂസിനേഷൻ ആണെന്നൊക്കെ എന്താണ് ആ പഠനമില്ലാത്ത ഒരാൾക്ക് പറയുവാനായിട്ട് കഴിയും. പക്ഷേ അത് നമ്മൾ എടുത്തു വെച്ച് ആഴത്തിൽ അതിനെക്കുറിച്ച് ആരായുമ്പോൾ, പഠിക്കുമ്പോൾ, ബൈബിളിൻ്റെ ആഴത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, ബൈബിളിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ പഠിക്കുമ്പോൾ, ആ ദൈവത്തിൻ്റെ വചനം എപ്രകാരമാണ് മനുഷ്യനിലേക്ക് പ്രവേശിച്ചതെന്ന് നമ്മൾ പഠിക്കുമ്പോൾ, ലോകത്തിൻ്റെ ഉൽപ്പത്തി എങ്ങനെയാണെന്ന് നമ്മൾ പഠിക്കുമ്പോൾ, അന്വേഷിക്കുമ്പോൾ എന്ത് ചെയ്യാൻ കഴിയും, നമുക്ക് വളരെ വ്യക്തമാകുന്ന ചില യാഥാർത്ഥ്യങ്ങളെ എന്ത് ചെയ്യാൻ കഴിയും, ബൈബിളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ബൈബിൾ എഴുതിയ എല്ലാവരും, ദൈവത്തെ അന്വേഷിക്കുന്ന എല്ലാവരും മൂഢന്മാരാകുന്നതല്ല, ബുദ്ധിമാന്മാരായതുകൊണ്ട് എന്ത് ചെയ്തു, ഇതിനെ പഠിക്കുവാൻ അവർ സമയം ചിലവഴിച്ചു എന്നുള്ളതാണ്. അതിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ ഇപ്പോൾ ലോകത്ത്, ഞാൻ കേരളത്തിലില്ലെങ്കിൽ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു കോണിലിരുന്നു കൊണ്ട് ലോകത്തേക്ക് കടന്നു പോകാതെ ലോകത്ത് താങ്കൾ കണ്ടെത്തിയ, സന്തോഷ് കുളങ്ങര കണ്ടെത്തിയ ചില വസ്തുതകളെ കണ്ണടച്ചുകൊണ്ട് ഞാൻ തമസ്കരിക്കുകയാണ്. അത് ലോകത്തിൻ്റെ ആ കോണുകളിൽ അതില്ല. അപ്രകാരം ഒരു കാലാവസ്ഥ അവിടെ ഇല്ല, അപ്രകാരമുള്ളൊരു ജീവജാലം അവിടെ ഇല്ല, അപ്രകാരമുള്ളൊരു നദി അവിടെ ഇല്ല, അപ്രകാരമുള്ളൊരു മനുഷ്യവർഗം അവിടെ ഇല്ല എന്ന് ഞാൻ തമസ്കരിക്കുമ്പോൾ കണ്ടെത്തിയ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വേദനയുണ്ട്. എന്താണ്, ഞാൻ കണ്ടെത്തിയത് ഇവനോട് പറഞ്ഞിട്ടും ഇവനത് വിശ്വസിക്കുന്നില്ലല്ലോ. അപ്പോൾ ആരാണ് മൂഢനായത്? അവിടെ കണ്ടെത്തിയ നിങ്ങളാണോ, കണ്ടെത്താതെ തമസ്കരിച്ച ഞാനാണോ മൂഢനായെന്ന് നിങ്ങൾ സ്വയം ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരാൾ കണ്ടെത്തിയ കാര്യം നമ്മൾ കണ്ടെത്താത്തത് കൊണ്ട് ആ കണ്ടെത്തിയവൻ മൂഢനാണെന്ന് പറയുന്നുവെങ്കിൽ അത് നമ്മളുടെ ഏറ്റവും വലിയ മൂഢത്തരം എന്നുള്ളതാണ്. പഴയ കാലങ്ങളിൽ അല്ലെങ്കിൽ ആ ക്രിസ്ത്യ പുരോഹിതന്മാർ ഗലീലിയോ കോപ്പർനിക്കസിനെയൊക്കെ തമസ്കരിച്ചതുപോലെ നമ്മളെന്ത് ചെയ്യാണ്, മൂഢന്മാരായതുകൊണ്ട് നമ്മളെന്ത് ചെയ്യുകയാണ്, നമ്മൾ അവർ കണ്ടെത്തിയ ആ യാഥാർത്ഥ്യത്തെ ഒരു മൂഢത്തരമായി നമ്മുടെ മൂഢലോകത്തിൽ നിന്നുകൊണ്ട് നമ്മളെന്ത് ചെയ്യുകയാണ്, നമ്മളതിനെ തള്ളിക്കളയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് താങ്കളെപ്പോലെയുള്ളവരോട് പറയുവാനുള്ളത്, ബൈബിളിൻ്റെ എഴുത്തുകാരെല്ലാവരും ദൈവത്തെ എക്സ്പീരിയൻസ് ചെയ്തിട്ട് എഴുതിയവരാണ്. അത് ആ ബൈബിളിൻ്റെ ആധികാരികതയിൽ ഇരുന്നു കൊണ്ട് നമ്മൾ പഠിക്കുമ്പോൾ അത് മനസ്സിലാകും, അത് ആധികാരികമാകുന്നൊരു ഗ്രന്ഥമാണെന്ന് നമുക്ക് മനസ്സിലാകുമത്. അങ്ങനെ ഓരോ ബൈബിൾ എഴുതിയ വ്യക്തിജീവിതങ്ങളുടെ അവരുടെ ചരിത്രങ്ങളുടെ ബൈബിളിൽ തന്നെ കിടപ്പുണ്ട്. അവരുടെ ചരിത്രങ്ങൾ എടുത്തു വെച്ച് നമ്മൾ പഠിച്ചു നോക്കുമ്പോൾ അവരെല്ലാവരും ദൈവത്തെ മുഖാമുഖം കണ്ടവരും ദൈവത്തെ അനുഭവിച്ചറിഞ്ഞവരുമാണ്. അതുകൊണ്ടാണ് അവരപ്രകാരം എന്താണ്, ആ മനുഷ്യന് ആവശ്യമാകുന്ന ദൈവത്തിൻ്റെ വചനങ്ങളെ പകർത്തി എഴുതുന്നത്. അതുപോലെ തന്നെ ബൈബിളിലെ ഏറ്റവും ജ്ഞാനിയായി കരുതുന്ന മോശയും അതുപോലെ തന്നെ ശലോമോൻ്റെ ജീവചരിത്രം എടുത്ത് പഠിക്കുമ്പോഴും പിന്നെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പൗലോസ് എന്ന് പറയുന്ന ഒരു ഫിലോസഫർ ആയിരുന്നൊരു മനുഷ്യനുണ്ട്. ഗമാലിയേൽ എന്ന് പറയുന്ന അന്നത്തെ ഏറ്റവും വലിയ ജ്ഞാനിയായിരുന്ന ഗമാലിയേലിൻ്റെ പാദപീഠത്തെങ്കിൽ ഇരുന്നു കൊണ്ട് ഈ തിരുവചനം അല്ലെങ്കിൽ പഴയ നിയമത്തെ പഠിച്ച ഒരു വ്യക്തിയാണ് പൗലോസ്. അന്നത്തെ എല്ലാ തത്വശാസ്ത്രങ്ങളെക്കുറിച്ചും അറിവുണ്ടായിരുന്നൊരു മനുഷ്യനായിരുന്നു പൗലോസ്. അപ്പോൾ ആ പൗലോസ് ഈ ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കുന്ന ഒരു മാർഗ്ഗക്കാരനായിരുന്നു. എന്നാൽ ഈ പൗലോസ് എപ്രകാരമാണ് ഈ ദൈവത്തിൻ്റെ വചനങ്ങളെ എഴുതുന്ന
ഇല്ലെങ്കിൽ ഈ ബൈബിളിലെ പുസ്തകങ്ങൾ എഴുതുന്നൊരു വ്യക്തിയായി തീർന്നെന്ന് പൗലോസ് വളരെ വ്യക്തമായി പറയുന്ന ഒരു ചിത്രം ബൈബിളിൽ എഴുതിയിട്ടിട്ടുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ എന്ന് പറയുന്ന ആ പുസ്തകത്തിൽ അദ്ദേഹം ആ ചരിത്രം വളരെ വ്യക്തമായും പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹം പറയുന്ന പ്രകാരമാണ്, ഞാൻ ഈ മാർഗക്കാരെ കൊല്ലുന്നതിന് വേണ്ടി അധികാരികളിൽ നിന്ന് അധികാരപത്രവും വാങ്ങിച്ചുകൊണ്ട് ഞാൻ യാത്ര ചെയ്തു പോകുന്ന യാത്രമധ്യേ ദമസ്കോസിൻ്റെ പടിവാതിൽക്കൽ വെച്ച് നട്ടുച്ച നേരത്ത് സൂര്യനെപ്പോലെയുള്ളൊരു വെളിച്ചമെന്താണ് ഞാൻ കാണുവാനിടയായി തീർന്നു. ആ വെളിച്ചം കണ്ടപ്പോൾ ഞാൻ സഞ്ചരിച്ചിരുന്ന കുതിരയുടെ മുകളിൽ നിന്ന് താഴെ വീണുവെന്നും, അപ്പോൾ ആ താഴെ വീഴുന്ന വീഴ്ചയിൽ അദ്ദേഹം ചോദിച്ചു, നീ ആരാണ് കർത്താവ് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ നീ ഉപദ്രവിക്കുന്ന കർത്താവാണെന്ന് പറയുകയാണ്. അങ്ങനെ അദ്ദേഹം ഒരു എക്സ്പീരിയൻസ് പ്രാപിച്ചിട്ട് പിന്നീട് അദ്ദേഹം ആദ്യം പിന്തുടർന്നു വന്ന മാർഗത്തെ ഉപേക്ഷിച്ചിട്ട് ഒരു ക്രിസ്ത്യാനിയായി ക്രിസ്തുവിൻ്റെ മാർഗത്തിൽ നടകൊള്ളുകയാണ്. അപ്പോൾ വളരെ വ്യക്തമായും ആ പുസ്തകങ്ങളിൽ ആ ഫിലോസഫറായി നിലകൊണ്ടിരുന്ന, ഇല്ലെങ്കിൽ പഴയ നിയമത്തിലെ അവഭാഗമുണ്ടായിരുന്ന വ്യക്തി യേശുക്രിസ്തുവിനെ കണ്ടതുകൊണ്ട്, ഇല്ലെങ്കിൽ കർത്താവിനെ കണ്ടതുകൊണ്ട് പഴയ മാർഗം ഉപേക്ഷിച്ചൊരു പുതിയ മനുഷ്യനായി മാറി ക്രിസ്തുവിൻ്റെ അനുയായിയായി മാറി എന്ന് അദ്ദേഹം അന്ന് ഭരിച്ചുകൊണ്ടിരുന്ന രാജാക്കന്മാരുടെയും നേതാക്കന്മാരുടെയും മുമ്പിൽ നിന്നുകൊണ്ട് ഒരു സാക്ഷ്യം പോലെ വിളിച്ചു പറയുന്ന പല ഭാഗങ്ങൾ ബൈബിളിലുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹം ഒരു ദൈവവിശ്വാസിയായി ദൈവത്തിൻ്റെ വചനത്തിൻ്റെ എഴുത്തുകാരനായി മാറിയ അദ്ദേഹത്തിൻ്റെ അനുഭവത്തെ ഞാൻ തമസ്കരിച്ചുകൊണ്ട് പറയുകയാണ്, പൗലോസിന് അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു. പൗലോസ് തൻ്റെ എക്സ്പീരിയൻസ് വിളിച്ച് പറയുകയാണ്. ഇല്ല, ബൈബിൾ എഴുതിയ ഓരോ വ്യക്തികളും, ദൈവത്തെ അനുഭവിച്ചറിഞ്ഞ ഓരോ വ്യക്തികളും തങ്ങളുടെ അനുഭവം വിളിച്ച് പറയുമ്പോൾ, അന്വേഷിച്ച് കണ്ടെത്തിയത് വിളിച്ച് പറയുമ്പോൾ, കണ്ടെത്താതെ മറ്റൊരു മൂഢലോകത്തിലിരുന്നു കൊണ്ട് ഇതെല്ലാം വങ്കത്തരമാണെന്ന് വിളിച്ചു പറയുന്ന ആ മൂഢ മനോഭാവത്തെ നമ്മൾ എന്ത് ചെയ്യണം? മാറ്റിവെക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. ഞാൻ എങ്ങനെയാണ് ഈ കർത്താവ്, ഇല്ലെങ്കിൽ ഈ ദൈവവിശ്വാസിയായത്. 25 വയസ്സ് വരെയും ഒരു കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിരീശ്വരവാദികൾ, എൻ്റെ പിതാവിൻ്റെ പിതാവ് നിരീശ്വരവാദിയായിരുന്നു. എൻ്റെ പിതാവ് നിരീശ്വരവാദിയാണ്. എൻ്റെ ജ്യേഷ്ഠനും എൻ്റെ വല്യമ്മച്ചയും അതുപോലെ തന്നെ ഞാനും എല്ലാം നിരീശ്വരവാദികളെ 25 വയസ്സ് വരെ നിരീശ്വരവാദിയായി ജീവിച്ചൊരു മനുഷ്യനാണ്. കുട്ടിക്കാലം നന്നേ ചെറുപ്പത്തിൽ തന്നെ എൻ്റെ പിതാവിൻ്റെ പിതാവ് എനിക്ക് കോവൂരിൻ്റെ സമ്പൂർണ്ണ കൃതികൾ വായിച്ചിട്ട് അതിൻ്റെ അകത്തെ കഥകളും, അതുപോലെ തന്നെ അദ്ദേഹം കൊണ്ടുവച്ച് വായിക്കുന്ന ദസ് ക്യാപിറ്റൽ, അതുപോലെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയ്, പിന്നെ അപ്രകാരമുള്ള ഇടമറുകിൻ്റെ പുസ്തകങ്ങളൊക്കെ വായിച്ച് അങ്ങനെ കുട്ടിക്കാലം മുതലേ ഇത് കേട്ട് ഞാനൊരു പക്ക നിരീശ്വരവാദിയായിട്ടാണ് ഞാൻ വളർന്നു വന്നത്. അങ്ങനെ ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനായി മാറുകയും നെടുങ്കണ്ട MES കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് SFIയുടെ യൂണിറ്റ് സെക്രട്ടറിയായി അന്നത്തെ അവിടുത്തെ ആ SFIയുടെ ഒരു പ്രസംഗകനായി അന്നൊക്കെ ഞാൻ പ്രസംഗിക്കുമ്പോൾ യേശുക്രിസ്തു ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നുവെന്നും അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരണമെന്ന് ആദ്യമായി ലോകത്തോട് വിളിച്ചു പറഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരനാണ് യേശു എന്ന് പ്രസംഗിച്ചു നടന്ന ഒരു നിരീശ്വരവാദിയാണ് ഞാൻ. എന്നാൽ അദ്ദേഹം അന്ന് അവരെല്ലാവരും എന്നെ സഖാവ് യേശുക്രിസ്തു എന്നെ കളിയാക്കി വിളിക്കാറുണ്ടായിരുന്നു. എന്നാൽ ഞാൻ ഇന്ന് ഇവിടെ ഇരുന്നു കൊണ്ടൊരു സാക്ഷ്യം മുഖേന്ദ്രം പറയുകയാണ്, ഞാൻ യേശുവിനെ അന്വേഷിച്ച് കണ്ടെത്തിയ ഒരാളാണ്. കാരണം ഞാനൊരു ഡിപ്രഷനിലൂടെ അപ്രകാരം ഒരു വിഷാദ രോഗത്തിന് അടിമപ്പെട്ട എൻ്റെ പിതാവ് അങ്ങനെ ആത്മഹത്യ ചെയ്തയാളാണ്. അങ്ങനെ ഒരു വിഷാദ രോഗത്തിന് അടിമപ്പെട്ട എൻ്റെ പിതാവ് ആത്മഹത്യ ചെയ്തു. അതിനുശേഷം ആ പിതാവിൻ്റെ രോഗം എനിക്ക് വരികയും അങ്ങനെ ആ വിഷാദ രോഗത്തിൽ പിതാവിനെ പോലെ ആത്മഹത്യ ചെയ്യുവാനായിട്ട് 6-7 പ്രാവശ്യം ശ്രമിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. എന്നാൽ ഞാനൊരിക്കലും ദൈവത്തിൽ വിശ്വസിച്ചിരുന്നില്ല. ഞാൻ മരുന്നിൽ ആശ്രയിച്ചു. അതുപോലെ തന്നെ സൈക്കാട്രിസ്റ്റിനെ കണ്ടു, ഫിസിഷ്യനെ കണ്ടു. അനേക മരുന്നുകൾ കഴിച്ചിട്ടൊന്നും ഈ രോഗം പൂർണ്ണമായും ഭേദമായില്ലെന്നല്ല, ഒരു ശകലം പോലും ഭേദമാകാതിരുന്ന സാഹചര്യത്തിൽ ഒരു സുഹൃത്ത് മുഖാന്തരം ഈ ഒരു ദൈവത്തിൽ വിശ്വസിക്കുവാനും അങ്ങനെ പൂർണ്ണമായും മരുന്ന് കൂടാതെ എൻ്റെ ആ വിഷാദ രോഗത്തിൽ നിന്നും പൂർണ്ണമായൊരു വിടുതൽ, 3 വർഷക്കാലം എന്നെ അടക്കി ഭരിച്ചിരുന്ന വിഷാദ രോഗത്തിൽ നിന്നും ആ വിശ്വാസം എന്നെ പുറത്തു കൊണ്ടിരിക്കുകയാണ്. അത് ചുമ്മാ പുറത്തു കൊണ്ടിരിക്കുകയല്ല, ഒരു ദർശനത്തിലൂടെയാണ്. അപ്രകാരം തകർന്നു കിടന്ന, മരിക്കാനിരുന്ന, വയറ്റിനുള്ള എല്ലാ അവയവങ്ങളും പഴുത്തഴുകിപ്പോയി ദുർഗന്ധമടിക്കുന്ന അവസ്ഥയിൽ എൻ്റെ റൂമിൻ്റെ അകത്തേക്ക് ഒരു രാത്രിയിൽ ഇറങ്ങി വന്ന് കിടക്കയിൽ കിടന്ന് എന്നെ തൊട്ട് സൗഖ്യമാക്കി എൻ്റെ ശരീരത്തെ പഴയ സ്ഥിതിയിലേക്ക് മടക്കിക്കൊണ്ടുവന്ന ഒരു എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഈ സുവിശേഷം പ്രസംഗിക്കുന്നത്, ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുന്നത്. അതുകൊണ്ടാണ് 23 വർഷമായി ഞാൻ നോർത്ത് ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്ന ഒരാളാണ്. അതുപോലെ എൻ്റെ മാതാവിന് എൻ്റെ ശരീരം മുഴുവനും പൊട്ടിക്കീറുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു.
കൈയെല്ലാം പൊട്ടിക്കീറും, കാലെല്ലാം പൊട്ടിക്കീറും, അതിലൂടെ ചോര ഒഴുകിക്കൊണ്ടിരിക്കും. അങ്ങനെയായിരുന്ന മാതാവ് ആത്മഹത്യ ശ്രമിച്ചപ്പോൾ ഒരു രാത്രികാലം മാതാവിൻ്റെ മുറിയുടെ ഉള്ളിലേക്ക് കടന്നു എന്ന് ദൈവം ആ മാതാവിനെ തൊട്ട് ആ രോഗം ഒറ്റ രാത്രി കൊണ്ട്, അതായത് ഒരു രാത്രി പിറ്റേ നേരം വെളുത്ത് 5 മണിയായപ്പോൾ ആ ശരീരത്തു നിന്ന് ആ രോഗം വിട്ടുപോയ ഒരവസ്ഥ ആ മാതാവിനുണ്ട്. അപ്പോൾ ഇങ്ങനെ 2 അനുഭവങ്ങളാണ് എന്നെ എന്ത് ചെയ്യുന്നത്, ഈ വിശ്വാസത്തിൽ ഉറപ്പിക്കുന്നത്. ഇനി സന്തോഷ് കുളങ്ങര പറയുകയാണ്, ഞാൻ കണ്ടതും എൻ്റെ മാതാവ് കണ്ടതും വങ്കത്തരമാണ്, മൂഢത്തരമാണ്, അത് ദൈവമല്ല, അല്ലേ? അങ്ങനെ ഒന്ന് പറഞ്ഞ് എന്നെ എന്താണ് മൂഢനാക്കാൻ ശ്രമിക്കുമ്പോൾ ഞാൻ അനുഭവിച്ചറിഞ്ഞ അനുഭവത്തിൽ നിന്നുകൊണ്ടും ഞാൻ അന്വേഷിച്ച് കണ്ടെത്തിയ ദൈവവിശ്വാസത്തിൻ്റെ ഉറപ്പിൽ നിന്നുകൊണ്ട് ഞാൻ പറയുന്നതും, ഇത് കാണാതെ അനുഭവിക്കാതെ മറ്റേതോ ഒരു ലോകത്തിലിരുന്നു കൊണ്ടും ഇതെല്ലാം ആ മൂഢത്തരമാണെന്ന് പറയുന്നതും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ അവിടെ ഏതാണ് മൂഢത്തരമാകുന്നത്? കോപ്പർനിക്കസും ഗലീലിയും കണ്ടുപിടിച്ച ആ കണ്ടെത്തലിനെ മൂഢമാണെന്ന് പറഞ്ഞ അന്നത്തെ കാലത്തെ ആ മതപുരോഹിതന്മാരോട് ഒക്കുന്നവനായി തീരുകയാണ് സന്തോഷ് കുളങ്ങര എന്ന് പറയുന്നയാൾ. അപ്പോൾ അന്വേഷിച്ച് കണ്ടെത്തിയ ഒരു കാര്യത്തെ വേറൊരാൾ അന്വേഷിച്ച് കണ്ടെത്തിയ കാര്യത്തെ അദ്ദേഹം കണ്ടെത്തിയത് മൂഢത്തരമാണെന്ന് പറയുന്നുവെങ്കിൽ, താങ്കൾ കണ്ടെത്തിയ ഓരോ രാജ്യങ്ങളുടെ കാര്യങ്ങളും അത് കാണാത്തൊരാൾ താങ്കൾ കണ്ടെത്തിയത് മൂഢത്തരമാണെന്ന് പറയുമ്പോൾ താങ്കൾക്കുണ്ടാകുന്ന അതേ ഫീലിങ്സാണ് ഇവിടെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് എന്താണ് താങ്കളോട് എനിക്ക് പറയുവാനുള്ളത്, ഒരു എക്സ്പ്ലോറർ എന്ന നിലയിൽ, ഒരു ട്രാവലർ എന്ന നിലയിൽ അനേക കാര്യങ്ങളെ കണ്ടെത്തുവാൻ ശ്രമിക്കുന്ന താങ്കൾ എന്താണ്, ദൈവത്തെ അന്വേഷിക്കേണ്ടത് ആവശ്യമാണ്. ഇനി പറയുന്നു, ഒരു കുട്ടി ഒരു കുഴൽക്കിണറിൽ വീണിട്ട് ശ്വാസം കിട്ടാതെ മരിക്കുന്ന അവസരത്തിൽ ദൈവം എന്ത് ചെയ്യുകയാണ് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അതൊരു സ്വാഭാവികമാകുന്ന ചോദ്യമാണ്, ആരും ചോദിക്കുന്ന ചോദ്യമാണ് ദൈവോടെന്ന്. അതുപോലെ തന്നെ സോമാലിയയിലും അപ്രകാരമുള്ള സുഡാനിലൊക്കെയും ആളുകൾ പട്ടിണി കിടക്കുമ്പോൾ നമ്മൾ ചോദിക്കാറുണ്ട്. ഭൂകമ്പത്തിൽ ആളുകൾ മരിക്കുമ്പോൾ, ഇല്ലെങ്കിൽ ഒരു പിതാവ് മരിക്കുമ്പോൾ പിഞ്ചു പൈതങ്ങൾ കുഞ്ഞുങ്ങൾ ജീവിക്കുന്ന എങ്ങനെയാണ്, അവിടെ ദൈവം എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്നൊരു കാര്യമുണ്ട്. അപ്പോൾ ഇവിടെ എനിക്ക് പറയാനുള്ള, അദ്ദേഹം പറയുന്നത് ഇപ്രകാരമുള്ള ആ സമയത്ത് തന്നെ ഒരു തെറ്റ് ചെയ്യുന്ന ആളെ ശിക്ഷിച്ചിടുന്നതാണ് ദൈവം തെളിയിക്കണമെന്നാണ് പറയുന്നത്. അത് നമ്മുടെ ജീവിതത്തിൻ്റെ, അത് നമ്മുടെ ഒരു ബാലിശമാകുന്ന ഒരു സ്വഭാവമാണ്, ഒരു സാഠ്യമാണത്, അല്ലേ? ശിക്ഷിക്കണമെന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, പറയുകയാണ്, അങ്ങനെ ശിക്ഷിക്കണം എന്നാൽ ദൈവം തെളിയിക്കും. ഞാൻ ചോദിക്കട്ടെ, ഈ കേരളത്തിലും ഇന്ത്യയിലും അതുപോലെ ലോകത്തിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും കോടതികളുണ്ട്, പോലീസ് സ്റ്റേഷനുകളുണ്ട്, ആർമിയുണ്ട്. ഇത്രത്തോളം ഈ സംവിധാനങ്ങളെല്ലാം മനുഷ്യനെ എത്രത്തോളം ശിക്ഷിച്ചു, എന്നിട്ട് ഈ മനുഷ്യൻ ആ ശിക്ഷയ്ക്ക് പാത്രമായത് കണ്ടവർ ആരെങ്കിലും ഈ തെറ്റുകൾ വിട്ട് മാറിയ ഒരു ചരിത്രം പറയാൻ പറ്റും? പിന്നെയും എന്താണ്, തെറ്റാവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. കോടതി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തെറ്റാരും ചെയ്യാതിരിക്കുന്നില്ല, പോലീസ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആരും കള്ളം ചെയ്യാതിരിക്കുന്നില്ല, അല്ലേ? അതുപോലെ തന്നെ നമ്മൾ ഇപ്രകാരം ചിന്തിക്കേണ്ടതാണ്, അങ്ങനെയൊന്നും സംഭവിക്കുകയാണെങ്കിൽ ഇത് നടക്കില്ല എന്ന്. അത് നമ്മുടെ ബാലിശ്യമാകുന്നൊരു ചിന്ത മാത്രമാണ്. കോടതി ഉള്ളത് കൊണ്ട് ആരും തെറ്റ് ചെയ്യാതിരിക്കുന്നില്ല, പോലീസ് ഉള്ളത് കൊണ്ട് ആരും മോഷ്ടിക്കാതിരിക്കുന്നില്ല, ആർമി ഉള്ളത് കൊണ്ട് ആരും നുഴഞ്ഞു കയറാതിരിക്കുന്നില്ല എന്ന് നമ്മൾ മൂഢസ്വർഗത്തിലിരുന്നു കൊണ്ട് വിശ്വസിക്കുകയാണ്. ഇതെല്ലാം നിലനിൽക്കുമ്പോൾ തന്നെ എന്താണ്, മനുഷ്യന് ആ തെറ്റുകൾ ചെയ്തുകൊണ്ടേയിരിക്കും. ദൈവം ഉള്ളപ്പോൾ തന്നെ മനുഷ്യൻ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ദൈവം പെട്ടെന്ന് ശിക്ഷിച്ച് തൻ്റെ ക്രൂരത്വം തെളിയിച്ചുകൊണ്ട് മറ്റുള്ളവനെ എന്താണ് പേടിപ്പിക്കണമെന്ന് പറയുന്ന ആ ബാലിശ്യമാകുന്ന സ്വഭാവത്തെയാണ് നമ്മൾ മാറ്റേണ്ടത്. ദൈവം അങ്ങനെയല്ല, ദൈവം കരുണാമയനാകുന്ന ദൈവമാണ്. അപ്പോൾ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ 2 വയസ്സുള്ള കുഞ്ഞ് കുഴൽക്കിണറിൽ വീണപ്പോൾ കരുണാമയനാകുന്ന ദൈവത്തിൻ്റെ കാരുണ്യം എവിടെ പോയി എന്ന് ചോദിക്കാം. അതിനാണ് നമ്മൾ പറയുന്നത്, ദൈവത്തിൻ്റെ ഒരു പരമാധികാരം ദൈവത്തിനുണ്ട് എന്നുള്ളതാണ്. അൺക്വസ്റ്റ്യനബിളാണ് ദൈവം. മനുഷ്യൻ ക്വസ്റ്റ്യൻ ചെയ്യാൻ അധികാരമില്ലാത്ത ഒന്നാണ് ദൈവം. ദൈവത്തോട് എന്തുകൊണ്ടാണ് ആ കുഞ്ഞ് മരിച്ചപ്പോൾ നീ നിശബ്ദനായിരുന്നു ചോദിക്കാൻ നമുക്ക് അവകാശമില്ല. കാരണം സൃഷ്ടിതാവ് എന്ന് പറയുന്ന ഒരു ലേബലാണ് ദൈവത്തിന് കൊടുത്തിരിക്കുന്നത്. സൃഷ്ടിതാവിന് സൃഷ്ടിയോടെന്താണ്, ആ സൃഷ്ടിക്കുമ്പോൾ സൃഷ്ടിതാവിനൊരു അധികാരമുണ്ടെന്നുള്ളതാണ്. പിന്നെ ഈ ലോകത്തിൻ്റെ ഒരു മരണം, ഈ ലോകത്തിലെ പട്ടിണി, ഈ ലോകത്തിലെ കഷ്ടതകൾ എല്ലാം എന്താണ്, ഇവിടെ വെച്ച് തന്നെ മാറ്റിയിട്ട് എന്താണ്, എല്ലാവർക്കും സുഭിക്ഷമാകുന്നൊരു ജീവിതം കൊടുക്കണം നമ്മൾ ആഗ്രഹിക്കുമ്പോൾ അതിൻ്റെ സൃഷ്ടിതാവാകുന്ന വ്യക്തിക്ക് തൻ്റെ പരമാധികാരത്തിൽ നിന്നുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെ ദൈവം ഒരിക്കലും എന്താണ്, മനുഷ്യൻ്റെ ഇഷ്ടത്തിനനുസരിച്ചല്ല പ്രവർത്തിക്കുന്നത്, ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. തൻ്റെ പുത്രൻ്റെ മരണം പോലും എന്താണ്, പുത്രൻ ആഗ്രഹിച്ചത് ഈ കപ്പ് ഇല്ലെങ്കിൽ ഈ പാനപാത്രം നീക്കണമെന്ന് ആഗ്രഹിച്ചപ്പോൾ പിതാവ് ആഗ്രഹിച്ചത് കുടിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്, അല്ലേ? അപ്പോൾ അതുകൊണ്ടെന്താണ്, ദൈവത്തിൻ്റെ പരമാധികാരത്തിലിരിക്കുന്ന കാര്യം നമുക്ക് ചോദ്യം ചെയ്യാൻ കഴിയില്ല. നമ്മളെപ്പോഴും സുപ്രീം കോർട്ടിനെ നോക്കിയിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ സുപ്രീം കോർട്ട് എല്ലാവരെയും തൂക്കാൻ വിധിക്കണമെന്ന് നമ്മൾ പറയും.
ഇല്ല, ചെറിയ തെറ്റ് കാണുമ്പോൾ തൂക്കാൻ വിധിക്കണമെന്ന് പറയും. സുപ്രീം കോർട്ട് അങ്ങനെ ചെയ്യത്തില്ല. അവരുടെ ആ മനസ്സിൽ തോന്നുന്നത് പോലെ സുപ്രീം കോർട്ടിൻ്റെ ആ വാദങ്ങളെല്ലാം കേട്ടതിന് ശേഷം അതിൻ്റെ യുക്തിപരമാകുന്ന കാര്യങ്ങൾ എന്താണ് ആ സുപ്രീം കോർട്ട് അവിടെ ചെയ്യുകയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു പക്ഷേ അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. പക്ഷേ അത് സുപ്രീം കോർട്ടിൻ്റെ പരമാധികാരമാണ്. ആ പരമാധികാരത്തിൽ നിന്നുകൊണ്ടാണ് സുപ്രീം കോർട്ട് അത് ചെയ്യുന്നത്. അതിനെ കയറി ചെന്ന് ചോദ്യം ചെയ്തിട്ട് അവനെ തൂക്കിക്കൊന്നിരുന്നെങ്കിൽ അപ്പുറത്തെ ആൾ ബലാത്സംഗം ചെയ്യില്ലായിരുന്നല്ലോ, ഇവനെ തുറുങ്കിലടച്ചിരുന്നുവെങ്കിൽ അവൻ മോഷ്ടിക്കില്ലായിരുന്നു എന്ന് സുപ്രീം കോർട്ടിനോട് ചോദിക്കാൻ നമുക്ക് അവകാശമില്ല. കാരണം അത് പരമാധികാരമാണ്. ദൈവത്തിൻ്റെ പരമാധികാരത്തെ എന്ത് ചെയ്യണം? മനുഷ്യൻ അംഗീകരിക്കേണ്ടത് ആവശ്യമാണ്. ഞാനും നിങ്ങളുമെല്ലാം നാളെ മരിക്കേണ്ട ആളാണ്. അങ്ങനെ മരിക്കുമ്പോൾ ഓരോ സമയത്തും ഇല്ലെങ്കിൽ ഓരോ നടക്കുമ്പോൾ ദൈവത്തെ ക്വസ്റ്റ്യൻ ചെയ്യുവാൻ മനുഷ്യന് അധികാരമില്ല എന്നുള്ളതാണ്. ആ ദൈവത്തിൻ്റെ പരമാധികാരത്തിൽ വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾ നിസ്സാരമായിട്ട് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ദൈവം കാരുണ്യവാനാണ്. ദൈവം കാരുണ്യവാനാണ്. അതുകൊണ്ടാണ് മനുഷ്യനെന്താണ് ഇത്രത്തോളം തെറ്റ് ചെയ്തിട്ടും തെറ്റിപ്പോയിട്ടും എന്താണ് ദൈവം വീണ്ടും വീണ്ടും ക്ഷമിച്ച് മനുഷ്യനെ വീണ്ടും വീണ്ടും സ്നേഹിച്ച് എനിക്കും നിങ്ങൾക്കും ശ്വസിക്കാനുള്ള ജീവവായുവും കുടിക്കാനുള്ള ജലവും ധരിക്കാനുള്ള വസ്ത്രവും കഴിക്കാനുള്ള ഭക്ഷണവും ഈ ലോകത്ത് ആ സൂര്യനെ ഉദിപ്പിക്കുകയും മഴയെ പെയ്യിപ്പിക്കുകയും മഞ്ഞും മഴയും അയക്കുകയും നീതിമാന്റെ മേലും അനീതിമാന്റെ മേലും എല്ലാം അയക്കുന്ന ദൈവം നീതിമാനായതുകൊണ്ടാണ്. അതുകൊണ്ട് നമ്മളെന്താണ് ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്താൻ ശ്രമിക്കുക. ലോകരാജ്യങ്ങൾ കടന്നുപോയി അന്വേഷിച്ച് കണ്ടെത്തുന്ന പോലെ ദൈവത്തെ എന്ത് ചെയ്യണം? അന്വേഷിച്ച് നോക്കുക. 1-2 പ്രാവശ്യം അന്വേഷിച്ച് നമ്മൾ നോക്കിയിട്ട് നമുക്ക് ദൈവത്തോട് എന്ത് ചെയ്യാൻ കഴിയും? ദൈവത്തോട് തന്നെ ചോദിക്കാൻ, ദൈവമേ ആ കുഞ്ഞ് കുഴൽക്കിണറിൽ കിടന്ന് മരിച്ചപ്പോൾ എന്തുകൊണ്ടാണ് നീ അനങ്ങാതിരുന്നെന്ന് ദൈവത്തോട് ചോദിക്കാം. കാരണം അവൻ സംസാരിക്കുന്ന ദൈവമാണ്, അവൻ മറുപടി നൽകുന്ന ദൈവമാണ്. ഈ ലോകത്ത് ആരോടും ഒരു ചാനലിലും പോയിരുന്നു കൊണ്ട് എന്തുകൊണ്ടാണ് ദൈവം ആ കുഞ്ഞ് മരിച്ചപ്പോൾ അനങ്ങാതിരുന്നെന്ന് ചോദിക്കേണ്ട കാര്യമില്ല. സന്തോഷേ ഇല്ലെങ്കിൽ താങ്കൾ സുഹൃത്തെ, താങ്കൾക്ക് ചോദിക്കാൻ ദൈവത്തോട് തന്നെ ചോദിക്കാം. അതിന് മറുപടി നൽകുന്നൊരു ദൈവമാണ്. കാരണം ദൈവം എപ്പോഴും ആൻസറബിളാണ്. അവനൊരിക്കലും മിണ്ടാതിരിക്കുന്ന ദൈവമല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് മറ്റൊരുവൻ്റെ അന്വേഷണം കൊണ്ട് അവൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് അവൻ പ്രാപിച്ച വിശ്വാസത്തെയും അവൻ നടന്നു പോകുന്ന പാതകളെയും നോക്കിയിട്ട് അത് മൂഢത്തരമാണെന്ന് പറയാൻ നിങ്ങൾക്ക് അധികാരമില്ല. നിങ്ങൾക്ക് പറയാം, പക്ഷേ അതെല്ലാവരും കേട്ടുകൊണ്ടിരിക്കണമെന്നതാണ്. നമ്മളൊരിക്കലും ആ വാശി പിടിക്കാനുമായിട്ട് പാടില്ല. അതൊക്കെ വങ്കത്തരമാണെന്ന് പറയാൻ പാടില്ല. കാരണം എന്താണ്? നമ്മളെല്ലാവരും ഈ ലോകത്തായിരിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും നമ്മുടേതായ വഴികളുണ്ട്. എങ്കിലും എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, തീർച്ചയായും ദൈവം ഒരു എക്സിസ്റ്റൻസ് ആണ്. ഒരു നോൺ എക്സിസ്റ്റൻസ് അല്ല, അവൻ എക്സിസ്റ്റൻസ് തന്നെയാണ്, അസ്തിത്വമുള്ളവനാണ്. അതുകൊണ്ട് എന്താണ്? ആ ദൈവത്തിൻ്റെ അസ്തിത്വത്തിൽ വിശ്വസിക്കുവാൻ നിങ്ങളെയും ഞങ്ങൾ ക്ഷണിക്കുകയാണ്. നിങ്ങളും എന്താണ് അത് അനുഭവിച്ചറിയണം. ആ ദൈവത്തിൻ്റെ അസ്തിത്വത്തിലേക്ക് നിങ്ങളും അടുത്തു വരണമെന്ന് ഞങ്ങൾ നിങ്ങളെയും ക്ഷണിക്കുകയാണ്, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അപ്രകാരം നാം കണ്ടെത്തിയതെല്ലാം ശരിയും മറ്റുള്ളവർ കണ്ടെത്തുന്നതെല്ലാം തെറ്റാണെന്ന് നമുക്കെന്താണ് ഒരിക്കലും ആധികാരികമായി പറയാൻ കഴിയില്ല. അന്വേഷണത്തിലൂടെയാണ് എല്ലാം എന്താകുന്നത് കണ്ടെത്തുന്നത്. അപ്രകാരം അന്വേഷിച്ച് നിങ്ങൾക്കും കർത്താവിനെ കണ്ടെത്താൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുന്നു. ദൈവം ഏവരെയും അനുഗ്രഹിക്കുമാറാം.